കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് സമാപനം. പുതുചരിത്രം സൃഷ്ടിച്ച് 7 നാൾ നീണ്ടുന്ന പുസ്തകോത്സവം കാണാനെത്തിയത് 2 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ്. പുസ്തകോത്സവത്തിന്റെ 2ാം ഘട്ടം 2024 ജനുവരിയിൽ നടക്കും. വായനയാണ് ലഹരി എന്ന മുദ്രാവാക്യവുമായി ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിനാണ് സമാപനമായത്. സമാപന ചടങ്ങ് മറാത്തി എഴുത്തുകാരൻ ശരൺകുമാർ ലിംബാളെ ഉദ്ഘാടനം ചെയ്തു. മതിലുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കേരള നിയമസഭയ്ക്ക് സാധിച്ചുവെന്ന് ലിംബാളെ പ്രശംസിച്ചു. അരനൂറ്റാണ്ടിലേറെയായി കേരള നിയമസഭാ സാമാജികനായി ചരിത്രമെഴുതിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വേദിയിൽ ആദരിച്ചു. സ്പീക്കർ A.N. ഷംസീറിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാൻ ഉമ്മൻചാണ്ടി മറന്നില്ല. അദ്ദേഹത്തിന്റെ ഓരോ നടപടിയും അത് കേരള നിയമസഭയുടെയും കേരളത്തിന്റെയും അഭിമാനം ഉയർത്തുന്ന നിലയിലാണ്. പുസ്തകോത്സവം സംഘടിപ്പിച്ച് ഏറ്റവും വിജയകരമാക്കി തീർത്തതിന് അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പം ഒന്നിച്ച് പ്രവർത്തിച്ച നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെയും പ്രത്യേകമായി അഭിനന്ദിക്കുക. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ആശംസാ സന്ദേശം നിയമസഭാ സെക്രട്ടറി വായിച്ചു. 2ാം ഘട്ട പുസ്തകോത്സവത്തിന്റെ ലോഗോയും വേദിയിൽ പ്രകാശനം ചെയ്തു. 2024 ജനുവരി 8 മുതൽ 12 വരെയാണ് 2ാം ഘട്ട പുസ്തകോത്സവം നടക്കുക. രാജ്യത്തിനകത്തും പുറത്തുമുള്ള 124 പ്രസാധകരുടെ പുസ്തകങ്ങൾ 127 സ്റ്റാളുകളിലായാണ് ഇത്തവണ സജ്ജീകരിച്ചത്. 77 പുസ്തകങ്ങളാണ് നിയമസഭയിലെ വിവിധ വേദികളിലായി പ്രകാശനം ചെയ്തത്. ചർച്ചകളും സംവാദങ്ങളും വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക പരിപാടികളും ആവേശം തീർത്ത നിയമസഭാ പുസ്തകക്കാലത്തിന് അങ്ങനെ സമാപനമായി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.